ഹലോ മക്കളെ, വെൽക്കം ബാക്ക്. സാറാണ്. അപ്പോൾ മക്കളെ പുതിയ ആഴ്ച വന്നിരിക്കുകയാണ്. അപ്പോൾ ചൊവ്വാഴ്ചയാണ്, തിങ്കളാഴ്ച അല്ല, എന്നാലും ഇന്നലെ തുടങ്ങി. പക്ഷേ ഇന്നലെ നമ്മൾ മറ്റൊരു വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററുള്ള ബിസിനസ് സ്റ്റഡീസിൻ്റെ ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെല്ലാം പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റഡി പ്ലാൻ ആയിട്ട് വന്നിട്ടുള്ളത് മറ്റൊന്നും കൊണ്ടല്ല, ഇത് വീക്കിലി നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം. കാരണം ഓരോ ആഴ്ചയും നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇനി കൃത്യമായിട്ട് നിങ്ങളെ കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് വന്നിട്ടുള്ള അക്കാദമിക് കലണ്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ 35 ദിവസമാണ് നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ഡേറ്റ് വരെ ഇനി നമുക്ക് സമയമുള്ളത്. അതായത് ഒരു മാസവും 5 ദിവസവും. ഓക്കെ, അത് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് പോകും. അപ്പം അതുവരെയുള്ളത് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ആഴ്ചയും നിങ്ങൾ എങ്ങനെ പോകണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുതരാം. അതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇവിടേക്കാണ് നമ്മളിതാ യാത്ര ആയിക്കൊണ്ടിരിക്കുന്നത്. 35 ദിവസം കൂടിയേ ഉള്ളൂ. ഇത്രയും പഠിക്കാനുള്ള കാര്യങ്ങൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് പഠിച്ചിരിക്കണം. നിർബന്ധമാണ്. യെസ്, അപ്പോൾ ഓണം എക്സാമിന്റെ പോർഷൻസ് ഏതെല്ലാം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാം ഓരോ സബ്ജക്റ്റിന്റെ റെഡി ആണല്ലോ അല്ലെ. യെസ്, അപ്പോൾ എന്ത് ചെയ്യാം, ആ കാര്യങ്ങൾ തന്നെയുള്ളൂ. അതായത് എക്സ്ട്രാ പുതുതായിട്ട് നമ്മൾ ഒന്നും പഠിക്കുന്നുണ്ട. പുതിയ ഒരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ പോണ്ട. ഇപ്പൊ ചെയ്യുക എന്തെന്ന്, യെസ്, ഓണം എക്സാമിന് വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ സബ്ജക്റ്റിൽ നിന്നും എന്തെല്ലാമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കുക. അതിൽ നിങ്ങൾക്ക് എന്തെല്ലാം ബാക്ക്ലോഗുകൾ ഉണ്ട്, യെസ്, ഏതെല്ലാമാണ് നിങ്ങൾക്ക് ടഫായിട്ടുള്ള പോർഷൻസ്, യെസ്, അതേപോലെ തന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പം തീർക്കാൻ പറ്റാത്തത് ഏതെങ്കിലും ഉണ്ടോ, ബാക്ക്ലോഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറന്നു പോകുന്ന കാര്യങ്ങൾ, ഓക്കെ, പഠിച്ചിട്ടും അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല, അങ്ങനത്തെ പോർഷൻസ് ഏതെങ്കിലും ഉണ്ടോ, അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അത് പഠിച്ചോളുക, അത് പഠിക്കുക. അതാണ് ചെയ്യേണ്ടത് നിങ്ങൾ. ഓക്കെ, അതായത് ഇനിയിപ്പോൾ ഇത് ഫുള്ള് പഠിച്ചു സെറ്റ് ആയിരിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ റിവൈസ് ചെയ്യുക, വീണ്ടും റിവൈസ് ചെയ്യുക. നിങ്ങൾക്ക് ഇതാ വൺ ഷോട്ടും കാര്യങ്ങളൊക്കെ, യെസ്, നമുക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലേ, അതൊക്കെ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പഠിച്ചോളുക. ഓക്കെ, എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഒന്നിലേക്കും പോകണ്ട, ഇത് മാത്രം നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. റെഡി? ഇതിൽ നിങ്ങൾ ഓണം എക്സാം ആകുമ്പോഴേക്കും ഈ ഒരു പോർഷൻസ് എല്ലാം ഇതിൽ തീരാത്ത ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ തീർക്കും. ഇതിൻ്റെ ഒക്കെ നമ്മൾ എക്കോണമിക്സിന്റെ 3rd ചാപ്റ്ററിന്റെ, യെസ്, ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള 3rd പാർട്ടാണ്. നമുക്കൊരു പാർട്ടും കൂടെ ഉണ്ട്. ഓക്കെ, അത് അടുത്ത ദിവസം വരും. റെഡി? അപ്പം കൃത്യമായിട്ട് നമ്മൾ ഒരു ഓണം എക്സാം ആകുമ്പോഴേക്കും ഏതെല്ലാം തീർക്കണം അതിനനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ഓരോ ചാപ്റ്ററുകളും കവർ ചെയ്യുക, അത് പഠിച്ച് മുന്നോട്ട് വരിക. ഓക്കെ, ഒരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് കവർ ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. നമ്മൾ ബാച്ചിൽ തരുന്ന ലൈവുകളും കാര്യങ്ങളൊക്കെ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. യെസ്, വൺ ഷോട്ടുകൾ കാര്യങ്ങളുണ്ട്, കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, പഠിക്കുക. റെഡി? അതിന് മുൻപത്തെ ചാപ്റ്ററുകളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. ബാക്ക്ലോഗുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കുക. എത്രത്തോളം ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്ക് ടഫാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അത് കവർ ചെയ്ത് മുന്നോട്ട് പോവുക. ഓക്കെ, സെറ്റ്. അതുപോലെ തന്നെ ബിസിനസ് സ്റ്റഡീസിൽ നമുക്ക് ആദ്യത്തെ 3 ചാപ്റ്ററുകളാണ് നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ഉണ്ടാവുക. യെസ്, എക്സ്ട്രാ ആയിട്ട് നമ്മൾ ബിസിനസ് സർവീസ് എന്നുള്ള ചാപ്റ്റർ കൂടെ നിങ്ങൾക്ക് എടുക്കും. ഓക്കെ, യെസ്, അപ്പോൾ നിങ്ങളെ അക്കാദമിക് പീരീഡ് വൈസ് നിങ്ങൾക്ക് 3 ചാപ്റ്ററുകളാണ് ഓണം എക്സാമിന് ഉണ്ടാകുക. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ 3 ചാപ്റ്റർ വരെ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ടതുണ്ട്. ഓക്കെ, സെറ്റ്. എക്കണോമിക്സിൽ നമുക്കറിയാം ഇന്ത്യൻ എക്കണോമിക്സിന്റെ പോർഷൻ, അതുപോലെ തന്നെ സ്റ്റാറ്റിയുടെ പോർഷൻ, കുറച്ചധികം ചാപ്റ്ററുകളുണ്ട്. കൃത്യമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചോളുക, പഠിച്ച് തീർത്തോളുക. കാരണം കുറച്ചധികം ചാപ്റ്ററുകൾ ഉണ്ട്, പക്ഷേ എല്ലാം സിമ്പിൾ ചാപ്റ്ററുകളാണ്, തുടക്കമാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെയാണ്, പെട്ടെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. റെഡി? അപ്പോൾ കൃത്യമായി നോക്കുക. ബാക്ക്ലോഗുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് വരിക. ഓക്കെ, അതായത് ഇപ്പം ബാച്ചിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ക്ലാസ് ആണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് അല്ലെങ്കിൽ കിട്ടുന്നത്, യെസ്, അവിടെ വരെ നിങ്ങൾ പക്ക അപ്ഡേറ്റ് ആയിരിക്കണം. അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അവിടെ വരെയുള്ള മറ്റു കാര്യങ്ങളൊക്കെ പക്കയായിരിക്കണം നിങ്ങൾക്ക്. ഓക്കെ, അങ്ങനെ ആക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ബാക്ക്ലോഗുകൾ, നിങ്ങൾക്ക് ഓർമ്മയില്ലാത്ത പോർഷൻസ് ഒക്കെ മനസ്സിലാക്കി അത് പഠിക്കുക. ഓക്കെ, അത്രമാത്രം ചെയ്താൽ മതി ഈ വീക്കും. റെഡി? അതിൻ്റെ കൂടെ നമ്മുടെ ബാച്ചിൽ വരുന്ന ക്ലാസ്സുകൾ, ലൈവ് കാര്യങ്ങളൊക്കെ എന്താക്കുക, കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, റെഡി? യെസ്. പിന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ആദ്യത്തെ 4 ചാപ്റ്ററുകൾ, അതുപോലെ തന്നെ മാത്സിന്റെ കേസിലും ആദ്യത്തെ ചാപ്റ്ററുകൾ. ഇവിടെയൊക്കെ നിർബന്ധമായിട്ട് മക്കൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ, യെസ്, നിങ്ങൾക്ക് എത്രത്തോളം ബാക്ക്ലോഗുകൾ ഉണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവാത്ത കാര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം വിട്ടുപോയിട്ടുള്ള അല്ലെങ്കിൽ മറന്നു പോകുന്ന പോർഷൻസ് ഉണ്ട്, ഏതെല്ലാമാണ് ടഫ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാവണം. അത് നിങ്ങൾ
വീണ്ടും 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 റിവൈസ് ചെയ്യണം. അതിൻ്റെ കൂടെ എന്ത് ചെയ്യുക, നമ്മുടെ ബാച്ചിൽ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ എവിടെയാണ് ക്ലാസ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ വരെ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം അവിടെ വരെ ഈ ഒരാഴ്ച കഴിയുമ്പോഴേക്കും അവിടെ വരെ നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. ഓക്കെ, അവിടെ വരെ നിങ്ങൾ അപ്ഡേറ്റ് ആവാൻ ശ്രമിക്കുക. അവിടെ വരെ നിങ്ങൾ പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. റെഡി? അപ്പോൾ ഈ കാര്യങ്ങൾ പക്കയായിട്ട് ഫോളോ ചെയ്യുക. വീക്കിലി നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, ഒരു തരി പോലും നിങ്ങൾ അതിന് പിന്നോട്ടായി പോകാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് വീണ്ടും 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 പറയുന്നത് വീക്കിലി നമ്മൾ സ്റ്റഡി പ്ലാൻ ആയിട്ട് വരുന്നത്. വീണ്ടും കാണാം നമുക്ക് മക്കളെ. അതുവരെ ബൈ.